നമ്മൾ ഇനി കഴിഞ്ഞ തവണ പഠിച്ചു നിർത്തിയതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ്. അപ്പോൾ നമുക്ക് ഡാംപ്ഡ് ലോഞ്ചിറ്റ്യൂണൽ വൈബ്രേഷൻസിനെ കുറിച്ചാണ് നമുക്ക് ഇനി അടുത്തത് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഡാംപ്ഡ് ലോഞ്ചിറ്റ്യൂണൽ വൈബ്രേഷൻസിൻ്റെ കേസിൽ ഞാനിപ്പോൾ ഹെഡിങ് എഴുതാൻ പോവാണ്. എന്താണ്? ഫ്രീ, അതായത് ഫോഴ്സ്ഡ് വൈബ്രേഷനിലേക്ക് നമ്മൾ ഇതുവരെ കയറിയില്ല. ഫ്രീ എന്താണ്? ഡാമ്പിംഗ് ഉള്ള എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷനാണ്. ഓക്കെ, അപ്പോൾ ഡാമ്പിംഗ് ഉള്ള ലോഞ്ചിറ്റ്യൂണൽ വൈബ്രേഷൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്? പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഡാംപ്ഡ് ലോഞ്ചിറ്റ്യൂണൽ വൈബ്രേഷൻസിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഫോർ ഡാംപ്ഡ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിച്ച് റെപ്രസെൻറ്റ്സ് ഫ്രീ ഡാംപ്ഡ് ലോഞ്ചിറ്റ്യൂണൽ വൈബ്രേഷൻ ആൻഡ് ഫ്രം ദാറ്റ് ഇക്വേഷൻ വി വിൽ ബി ഫൈൻഡിങ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എന്താണ്? ഫ്രീ ഡാംപ്ഡ് വൈബ്രേഷൻസ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദി നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പം നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന സാധനം നമ്മളിവിടെ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. നാച്ചുറൽ ഫ്രീക്വൻസി FN, സ്മാൾ ലെറ്റർ F സഫിക്സ് N. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ പഴയ പഠിച്ച സാധനത്തിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണ്. ഇത് പഠിച്ചവർക്ക് അറിയാമായിരിക്കും. ഈ സാധനം തന്നെയാണ് നമ്മൾ ഇവിടെയും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് കൂടെ സ്പീഡിൽ പോകും. കാര്യം നമ്മൾ കൺസെപ്റ്റ്സുകളൊക്കെ ഓൾമോസ്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ടാണ്. ഒരു തവണ മാത്രം പറഞ്ഞങ്ങ് പോകും. ഡാമ്പിങ്ങിൻ്റെ കേസ് മാത്രം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ട്രെസ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഒരു സ്പ്രിങ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടെന്ന് വെക്കാം. നമുക്കിവിടെ ഒരു സ്പ്രിങ് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്പ്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പ്രിങ് എന്ന് പറയുന്നത് അൺസ്ട്രെയിൻഡ് കണ്ടീഷനാണിത്. ബിക്കോസ് അവിടെ സ്ട്രെയിൻ ഒന്നും ഇപ്പം ഇല്ല, ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നില്ല. ആ സ്പ്രിങ്ങിന് ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാവും, സ്മാൾ ലെറ്റർ K എന്ന് പറയുന്നത്. ആ സ്പ്രിങ്ങിൻ്റെ കൂടെ ഡാമ്പിങ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇപ്പുറത്ത് ഞാനൊരു ഫ്ലൂയിഡ് ഡാഷ്പോട്ട് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഡാഷ്പോട്ട് എന്ന് പറയുന്ന സാധനം എനിക്കിവിടെ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ സംഭവം നമ്മുടെ ഡാമ്പിങ് ഡാഷ്പോട്ടാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്പ്രിങ് ആണ്. അപ്പോൾ ഈ രണ്ട് കേസസിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് K എന്ന് പറയുന്ന പോലെ ഡാഷ്പോട്ടിൻ്റെ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് നമ്മൾ C ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് K ഈസ് ഈക്വൽ ടു സ്മാൾ ലെറ്റർ K ഈസ് ഈക്വൽ ടു ദ സ്റ്റിഫ്നെസ് ഓഫ് ദി സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് ആണ് നമ്മുടെ സ്മാൾ ലെറ്റർ K എന്ന് പറയുന്ന ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ്, സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. C എന്ന് പറയുന്നത് നമ്മുടെ ഡാഷ്പോട്ടിൻ്റെ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് ആണ്. C is equal to the damping coefficient and which is in Newton per meter per second and the stiffness of the spring will be in Newton per meter. നമുക്കിത് ഓൾറെഡി അറിയാം. ഇനി ഈ ഒരു സാധനത്തിനെ സ്ട്രെയിൻഡ് കണ്ടീഷനിലേക്ക് ആക്കാൻ ഞാനിവിടെ ഒരു മാസ് അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു മാസ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഉള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്പ്രിങ് താഴേക്ക് ഡിഫ്ലക്ഷൻ സംഭവിക്കും. അപ്പോൾ അവിടെ സ്പ്രിങ്ങിന് സംഭവിച്ചു, അവിടെ എന്ത് സംഭവിച്ചു? ഡിഫ്ലക്ഷൻ സംഭവിച്ചു. അപ്പോൾ സ്പ്രിങ്ങിന് കുറച്ച് ഡിഫ്ലക്റ്റഡ് ആയി സ്പ്രിങ്. അപ്പോൾ അവിടെ ഞാൻ അറ്റാച്ച് ചെയ്ത മാസ് എന്ന് പറയുന്നത് സ്മാൾ ലെറ്റർ M ആണ്. അപ്പോൾ അവിടെ ഫ്ലൂയിഡ് ഡാഷ്പോർട്ട് അവിടെ ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പം ഈ ഒരു മാസ് അറ്റാച്ച് ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഞാൻ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ എന്നാണ് പറയുന്നത്. ഓൾറെഡി പഠിച്ചതാണ്. ഡെൽറ്റ എന്ന് പറയുന്ന സാധനം കൊണ്ടിട്ടാണ് ഞാനത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ദ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഓഫ് ദ സ്പ്രിങ് എന്നുള്ള സാധനം നമുക്കിവിടെ എഴുതി വെക്കാം. ഇനി ഈ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ താഴേക്ക് ഉണ്ടാവാനുള്ള കാരണമെന്ന് പറയുന്നത് M എന്ന് പറയുന്ന മാസ് കൊണ്ടുണ്ടാകുന്ന വെയിറ്റ് W ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു M ഇൻറ്റു G. അത് ഇത്രയായി. ഇനി ഇതിനൊരു വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ താഴേക്ക് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് അങ്ങ് വിടണം. ഒരു ഡിഫ്ലക്ഷനും കൂടി ഞാൻ എക്സ്ട്രാ കൊടുക്കണം. ഇതിപ്പോൾ ഡിഫ്ലക്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ വൈബ്രേഷൻ സിസ്റ്റം ഇല്ലാതെ നിൽക്കുന്നതിന് കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അറിയാം. നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. ഇനി നമ്മൾ അടുത്തൊരു സിസ്റ്റത്തിൽ ഇതിനെ സ്ട്രെയിൻഡ് ആയിട്ടുള്ള ഈ ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിനെ നമുക്കൊരു വൈബ്രേറ്റിംഗ് മോഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും താഴേക്ക് എന്ത് ചെയ്തു? ഞാനൊരു ഡിഫ്ലക്ഷൻ പ്രൊവൈഡ് ചെയ്തു. ആ ഡിഫ്ലക്ഷൻ പ്രൊവൈഡ് ചെയ്തതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഇതാണ് നമ്മുടെ മാസ്, ഇതാണ് സ്പ്രിങ്. അപ്പോൾ ഇതിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് എന്തുണ്ട്? ഫ്ലൂയിഡ് ഡാഷ്പോർട്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്ത ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് X ആണ്. ആ X എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഞാൻ താഴേക്ക് ഒരു F എന്ന് പറയുന്ന നമ്മുടെ ഒരു ആക്സലറേറ്റിംഗ് ഫോഴ്സ് അവിടെ കൊടുത്തു. ആ F എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. F ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ദാറ്റ് ഈസ് dx²x/dt² ആണ്. അപ്പോൾ M ഇൻറ്റു d²x/dt² ആണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ
അപ്പോൾ നമ്മൾ അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്ന ആക്സിലേറ്റിംഗ് ഫോഴ്സാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വിലിബ്രിയം നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഈ മാസിൻ്റെ മാത്രം എടുക്കുമ്പോഴത്തേക്ക് എം ഇൻറ്റു ജി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എടുക്കാം. ഇപ്പോൾ മാസിൻ്റെ ഇക്വിലിബ്രിയം ഞാൻ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ എം എന്ന് പറയുന്ന മാസ് ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുമല്ലോ, എം ഇൻറ്റു ജി എന്ന് പറയുന്ന വെയിറ്റ് ഉണ്ട്. അതേപോലെ ഇവിടെ എന്തുണ്ട്, ആക്സിലേറ്റിംഗ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇതെന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ആണ്, ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. മുകളിലോട്ട് എന്തുകൊണ്ട് റീസ്റ്റോറിംഗ് ഫോഴ്സ് സ്റ്റിഫ്നെസ് ഇൻറ്റു അവിടെ എന്ത് വരും, ടോട്ടൽ ഡിഫ്ലക്ഷൻ എത്രയാണ്, ഡെൽറ്റ പ്ലസ് എക്സ്. അപ്പോൾ ഡെൽറ്റ പ്ലസ് എക്സ് എന്ന് പറയുന്നത് അവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് വരും. ഇനി ഒരു ഇനേഷ്യ ഫോഴ്സ് വരത്തില്ലേ, യെസ് ഓഫ് കോഴ്സ് ദർ വിൽ ബി ആൻ ഇനേഷ്യ ഫോഴ്സ് എഫ് ഐ ഈക്വൽസ് എഫ് ഐ ഈസ് ഈക്വൽ ടു എന്താണ്, എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സിലറേറ്റിംഗ് ഫോഴ്സിന് ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ ഇനേഷ്യ ഫോഴ്സ് വരും. ഇത് ഇത്രയും നമ്മൾ നേരത്തെ ഒരു ഫിഗറിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ചുമ്മാ നിന്ന് സമയം കളയേണ്ട കാര്യമില്ല. നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് അത് എന്താണ് അതിൻ്റെ കണ്ടീഷൻസ് എന്നൊക്കെ അറിയുകയും ചെയ്യാം. ഇനി ഒരു ഫോഴ്സും കൂടെ ഇവിടെ എക്സ്ട്രാ ഉണ്ട്. കാര്യം ഈ ഡാമ്പിംഗ് എന്ന് പറയുന്നത്, ഡാമ്പർ എന്ന് പറയുന്നതിൻ്റെ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് വെച്ച് നമുക്കൊരു ഫോഴ്സ് കണ്ടുപിടിച്ചൂടെ. ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റെ കേസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ. ഈ ഡാമ്പിംഗ് ഫോഴ്സ് എഫ് ഡി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് ഇൻറ്റു എന്ത് ചെയ്ത് കൊടുത്താൽ മതി, എക്സ് ചെയ്ത് കൊടുത്താൽ പോരെ. സോറി എക്സ് അല്ല, എക്സ് ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് ഉണ്ട്. ഡി എക്സ് ബൈ ഡി ടി ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഇവിടെ എന്ത് കിട്ടൂ, ഡാമ്പിംഗ് ഫോഴ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഡാമ്പിംഗ് ഫോഴ്സും കൂടെ എക്സ്ട്രാ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞൂടെ. ആ ഡാമ്പിംഗ് ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഡി ഈസ് ഈക്വൽ ടു എന്താണ്, ഇവിടുത്തെ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് സി ഇൻറ്റു അവിടുത്തെ വെലോസിറ്റി, ദാറ്റ് ഈസ് ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്ന വെലോസിറ്റിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ ഉള്ളത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഓൾറെഡി അറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ അൺഡാംഡ് വൈബ്രേഷൻ പഠിച്ചപ്പോൾ കെ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എം ജി ആണ് ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ പഠിച്ചല്ലോ. അതേ സാധനം തന്നെയായിരിക്കും ഇവിടെയും. അപ്പം വൈബ്രേഷൻസ്, പിന്നെ ഒരു കാര്യം, ഇവിടെ എപ്പോഴും ഡാമ്പിംഗ് ഫോഴ്സ് ഇല്ലേന്ന് ആലോചിക്കരുത്. കാര്യം വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് വൈബ്രേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഡാമ്പർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്തെ നമുക്ക് ഇവിടെ ഡാമ്പിംഗ് കോൺസ്റ്റന്റ് വരത്തുള്ളൂ. ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് വെച്ചിട്ട് നമുക്ക് ഡാമ്പിംഗ് ഫോഴ്സിൻ്റെ കൺസെപ്റ്റ് ഇവിടെ വരത്തുള്ളൂ. ഈ ഒരു സ്ഥലത്ത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, അവിടെ വൈബ്രേഷൻ ഇല്ല. അപ്പം കെ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എം ജി തന്നെ ആവും, അവിടെ ഡാമ്പിംഗ് ഫോഴ്സ് ഒന്നും ഇവിടെ എടുത്ത് കയറ്റേണ്ട കാര്യമില്ല. അപ്പോൾ കെ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എം ജി നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ നേരത്തെ പഠിച്ച സാധനത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ കെ ഡെൽറ്റ ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കെ ഡെൽറ്റയും ഈ എം ജിയും കൂടെ എന്തായി പോകും, അങ്ങ് സീറോ ആയി പോകും. അപ്പോൾ കെ ഡെൽറ്റ എം ജി അവിടെ ഇല്ല. ബാക്കി നമുക്ക് ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുവാണ്, ഹാവിങ് മാസ് എം. ഈ മാസിൻ്റെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുമ്പം അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയിട്ട് മുകളിലേക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് കെ എക്സ് മാത്രമായി. പിന്നെ നമ്മൾ രണ്ടാമത് വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഈ ഫോഴ്സിനെ എന്ത് ചെയ്യണം, സീറോ ആക്കണം. അതായത് ഫോഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് വിളിച്ചുകൊണ്ടിരുന്നാൽ വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഞാനിത് അങ്ങ് നിർത്തി, അങ്ങ് വിട്ടു. അപ്പോൾ വിടുമ്പോഴത്തേക്ക് ഫോഴ്സ് സീറോ ആണ്. ആക്സിലേറ്റിംഗ് ഫോഴ്സ് എന്തായി അങ്ങ് പോയി, സീറോ ആയിപ്പോയി. അപ്പോൾ താഴേക്ക് ഇനി ഫോഴ്സസ് ഒന്നുമില്ല. ഇനി ഉള്ളത് മുകളിലേക്കുള്ള ഈ രണ്ട് സാധനങ്ങളാണ്. ഏതൊക്കെയാണ്, ഒന്ന് ഇനേഷ്യ ഫോഴ്സ്. ആ ഇനേഷ്യ ഫോഴ്സിൻ്റെ വാല്യൂ എന്താണ്, എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഇനി അടുത്ത എന്താ, നമ്മുടെ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന സി എന്ന് പറയുന്ന ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്ന വെലോസിറ്റി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കൺസിഡറിങ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. അപ്പോൾ ഇക്വിലിബ്രിയം ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് കൺസിഡർ ചെയ്താൽ കൺസിഡറിങ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പോർഷനിൽ നമ്മൾ പഠിച്ചു ഡി-എലംബേഴ്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ബൈ കൺസിഡറിങ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി ദ സം ഓഫ് ദീസ് ഫോഴ്സസ് വിൽ ബി ഈക്വൽ ടു സീറോ. അപ്പോൾ സം ഓഫ് ദ ഫോഴ്സസ് എന്ന് പറയുമ്പം 1, 2, 3 ആ ഒരു ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഏതാ, എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് എന്താണ് കെ ഇൻറ്റു എക്സ്. 3 ഫോഴ്സും ആയല്ലോ. ഇത് ഇനേഷ്യ ഫോഴ്സ്, ഇത് ഡാമ്പിംഗ് ഫോഴ്സ്, ഇത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു സീറോ. ഇവിടെ നമ്മൾ അവിടെ ചെയ്ത് എന്താണോ അത് തന്നെ ഇവിടെയും ചെയ്യുന്നു. എം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഡി സ്ക്വയർ എക്സ് ബൈ എന്താണ് ഡി ടി സ്ക്വയർ പ്ലസ് ഇവിടെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എം കട്ട് ചെയ്ത് പോയി. ഇവിടെ സി ബൈ എം എന്ന് കിട്ടും അല്ലേ, സി ബൈ എം ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഇവിടെ എന്ത് വരും, കെ ബൈ എം ഇൻറ്റു എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു സീറോ. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ എന്തെന്ന് പറയാൻ പറ്റും, ഇറ്റ് ഈസ് എ ഗവേണിംഗ് ഇക്വേഷൻ, ഫണ്ടമെൻ്റൽ ഗവേണിംഗ് ഇക്വേഷൻ ഓഫ് എന്ത് വൈബ്രേഷൻ, ഫ്രീ ഡാംപ്ഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ദിസ് ഈസ് എ ഗവേണിംഗ് ഇക്വേഷൻ
ഫോർ ഫ്രീ ഡാംപ്ഡ് ലോഞ്ചിറ്റ്യൂണൽ വൈബ്രേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ തിരിച്ചു വരും. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് എക്സ് എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് വേണ്ട ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ളതും അതെല്ലാം നമുക്ക് കിട്ടി അങ്ങ് പൊക്കോളും. അപ്പോൾ ആ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ഓക്സിലറി ഇക്വേഷൻ എഴുതി. ഇത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് ഓക്സിലറി ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന PI അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ടല്ലേ. അപ്പം ഇത് ആക്ച്വലി മാത്സിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ കൂടിയും അത് അധികം അറിഞ്ഞുകൂടെങ്കിലും ഇപ്പോൾ അത് നല്ല വൃത്തിയോടെ അറിഞ്ഞില്ലെങ്കിലും ഇത് ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ സാധാരണ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാറുണ്ട്. അതായത് ഇപ്പോൾ d²x/dt² പകരം നിങ്ങളവിടെ കൊടുക്കുന്നുണ്ടാവുക ചിലപ്പോൾ ഇതായിരിക്കും. അതായത് d²x എന്നായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ d²/dt² ഓപ്പറേറ്ററിന് ക്യാപിറ്റൽ D² ആയിരിക്കും കൊടുക്കുന്നത്. ഞാനിവിടെ S² കൊടുക്കുന്നു, ടെസ്റ്റിൽ കിടക്കുന്നത് കൊണ്ട് അതേപോലെ നോക്കാൻ എളുപ്പത്തിന് വേണ്ടി S²x എന്ന് കൊടുക്കും. അതായത് d²/dt² S² എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ S² × x എന്ന് പറയുന്നത് ഓപ്പറേറ്റർ S² × x. ഇനി അപ്പോൾ d/dt വരെ ഞാൻ S² എന്ന് കൊടുക്കില്ല, S എന്നേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ dx/dt വരെ S × x എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഓക്സിലറി ഇക്വേഷൻ ഞാൻ ഇതുവരെ എഴുതിയില്ല. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിൽ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? S²x പ്ലസ് c/m × dx/dt വരെ എന്ത് കൊടുക്കാം? Sx പ്ലസ് k/m × x = 0. ഇവിടെ നിന്നെല്ലാം എക്സ് കോമൺ ആയിട്ട് എടുത്താൽ S² പ്ലസ് c/m × s പ്ലസ് k/m ദ ഹോൾ ഇൻറ്റു x = 0. ഈ ഒരു സാധനത്തിനെയാണ് ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാനത് നോക്കി കൺഫേം ചെയ്തില്ല, പണ്ട് ഒന്ന് പഠിച്ചു വെച്ചൊരു ഓർമ്മയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. നിങ്ങൾ എന്തായാലും ഒന്ന് കൺഫേം ചെയ്തേക്കുക, ഇതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ = 0 എടുത്തിട്ട് അതിൻ്റെ റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ എക്സിൻ്റെ സൊല്യൂഷൻസ് എഴുതുന്നുണ്ടായിരുന്നത് അന്ന് മാത്സ് പഠിച്ചപ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അധികം പ്രശ്നമൊന്നുമില്ല. കാര്യം ഇതുവരെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിൻ്റെ കൂടെ ഈ ഒരു എന്തും കൂടെ വന്നു, അതായത് ഇത് രണ്ടും ഉള്ളത് നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ കൂടെ നമ്മൾ c/m × dx/dt എന്ന് പറയുന്ന ഡാമ്പിംഗ് ഉള്ളതും കൂടെ കയറി വന്നു. നേരത്തെ പഠിച്ച സാധനം തന്നെയാണ് ഇവിടെ വരുന്നത്. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ സൊല്യൂഷന് വേണ്ടി d²x/dt² S²x എന്നും dx/dt Sx എന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്ത് എക്സ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഓക്സിലറി ഇക്വേഷൻ ആയില്ല. ഇത് ഇക്വേഷൻ ആവണമെങ്കിൽ =0 എന്ന് എഴുതണം. ഈ ഒരു ടേം എന്ന് പറയുന്നത് =0 എന്ന് എഴുതുന്നതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് =0 എന്ന് പറഞ്ഞ് എഴുതുമ്പോഴത്തേക്ക് നമ്മുടെ ഇതിങ്ങനെയായി S² പ്ലസ് c/m × s പ്ലസ് എന്താണ് k/m = 0. അപ്പം ഈ ഒരു സാധനം =0 എന്ന് എഴുതിയപ്പോഴത്തേക്ക് നമ്മുടെ ഓക്സിലറി ഇക്വേഷനായി. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ വേണം. ഇതൊരു എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax പ്ലസ് അല്ലേ ax² പ്ലസ് bx പ്ലസ് c = 0 എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -b ± √b² - 4ac/2a എന്ന് പഠിച്ചിട്ടില്ലേ? അതായത് കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സാധനം. അതായത് ax² പ്ലസ് bx പ്ലസ് c = 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ x = സൊല്യൂഷൻ എന്താണ്? -b ± √b² - 4ac/2a. നിങ്ങൾ 9th-ലോ 10th-ലോ ഒക്കെ പഠിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതേ ഒരു സാധനം വെച്ചിട്ട് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം അല്ലേ? അവിടെ നമുക്ക് എന്തിന് ഇവിടുത്തെ വേരിയബിൾ എസ് ആണെന്നേ ഉള്ളൂ, എക്സിന് പകരം. അപ്പോൾ ഈ എസ് എന്ന് പറയുന്ന സാധനം എനിക്ക് കണ്ടുപിടിക്കണം. എസിന് 2 വാല്യൂസ് ഉണ്ടാകുന്നു. പ്ലസ് കൊടുക്കുമ്പോൾ മൈനസ് കൊടുക്കുമ്പോൾ 2 വാല്യൂസ് കിട്ടും. ഇപ്പോൾ ഞാൻ കോമൺ ആയിട്ട് s = എന്ന് പറഞ്ഞ് എഴുതുന്നു. -b എന്ന് പറഞ്ഞാൽ എസിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്. ദാറ്റ് ഈസ് -c/m ± √b². b എന്ന് പറഞ്ഞാൽ ഇതല്ലേ? അതായത് ഇവിടുത്തെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എസിൻ്റെ കോയിഫിഷ്യൻ്റ് b² എന്ന് പറയുമ്പോൾ എന്ത് വരും? c/m ദ ഹോൾ സ്ക്വയർ -4 × a × c. 4 × a എന്ന് പറഞ്ഞാൽ s²ൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്. ഇവിടെ x²ൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്. അപ്പോൾ 1 × c എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ k/m അപ്പോൾ റൂട്ടിൻ്റെ പരിപാടി ആയിരുന്നു /2 × a ദ ഹോൾ /2. a എന്ന് പറഞ്ഞാൽ s²ൻ്റെ കോയിഫിഷ്യൻ്റ് ആണല്ലോ. അപ്പോൾ 2 × 1. ഓക്കെ, ഇതാണല്ലോ നമ്മുടെ ഇത് സംഭവം എന്ന് പറയുന്നത്. ഈ 2 എന്ന് പറയുന്നത് ഞാൻ ഇതിന് രണ്ടിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുവാണ്, 2 ടേംസിനും. ഇപ്പോൾ s = -c/2 × m ± ഇവിടെ എന്ത് വരും? 1/2 × നമുക്ക് 2 ഇതിന് കൊടുത്തു. അതായത് c/m ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 × k/m എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ 2 ഇവിടേക്കും കയറി. ഇനി ഈ 2നെ ഞാൻ സ്ക്വയർ റൂട്ടിനകത്ത് കൊണ്ടുപോവാണ്.
ഈ റൂട്ടിനകത്ത് പോകുമ്പോൾ അപ്പം ഈ റൂട്ടിനകത്തേക്ക് കയറ്റുമ്പോഴത്തേക്ക് എസ് ഈസ് ഈക്വൽ ടു -c/2m എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട്. പ്ലസ് ഓർ മൈനസ് ഈ 1/2 ഇങ്ങനകത്തേക്ക് കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സാധാരണ റൂട്ട് ഓഫ് 1/4 ആണ് നമ്മൾ 1/2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1/2 റൂട്ടിനകത്ത് കയറുമ്പോൾ അത് എന്തായി മാറും? 1/4 ആയി മാറും. അത് മറന്നു പോകരുത്. അപ്പോൾ ഈ 1/2 റൂട്ടിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് 1/2 ഇൻറ്റു c/m എന്ന് പറയുന്നത് എന്തായി മാറും? 4m ആയി മാറും. ഓക്കെ, അപ്പം c/4mന് പകരം c/4mന് പകരം ഞാൻ c/2m എന്ന് എഴുതിയിട്ട് എന്ത് കൊടുത്താൽ മതി? സ്ക്വയർ കൊടുത്താൽ മതി. കാര്യം 1/2ൻ്റെ സ്ക്വയർ 1/4 ആയി തന്നെ ഇവിടെ കിടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ടൈമിൽ തന്നെ ഇതിനെ എഴുതാമല്ലോ. അപ്പോൾ 1/2 അകത്തോട്ട് കയറിയെന്ന് പറഞ്ഞ് 1/2 ആണ് ഇവിടെ കയറിയത്. 1/2 ആക്ച്വലി എന്തായിട്ടാണ് കയറുന്നത്? 1/4 ആയിട്ടാണ് കയറുന്നത്. ഈ ഹോൾ സ്ക്വയർ കിടക്കുന്നത് കൊണ്ട് അത് എന്താണ്? c/2m ദ ഹോൾ സ്ക്വയർ എന്നതിനെ റെപ്രസെൻറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. പ്ലസ് ഈ 1/4 അകത്ത് പോകുമ്പോഴത്തേക്ക് ഈ 4ഉം വെട്ടിപ്പോകത്തില്ലേ? പ്ലസ് ഓർ മൈനസ് ആണല്ലോ, ഇവിടെ മൈനസ് ഇവിടെ മൈനസ്. ഓക്കെ, മൈനസ് വിട്ടു പോകരുത്. അപ്പോൾ ഇവിടെ മൈനസാണ്. അപ്പോൾ എന്താണ്? 4ഉം എന്ത് ചെയ്ത് പോകും? 1/4 അകത്തേക്ക് ആകുമ്പോൾ 4ഉം വെട്ടിപ്പോവും. ബാക്കിയുള്ളത് k/m മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ s ഈസ് ഈക്വൽ ടു -c/2m പ്ലസ് ഓർ മൈനസ് ഈ ഒരു സംഭവത്തിലേക്ക് ആയി. ഇനി ഈ ഒരു പ്ലസും മൈനസും മാറ്റി കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ 2 വാല്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനും പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാനും പറ്റും. ഇതിപ്പം 2 വെട്ടൊക്കെ കിടക്കുന്നുണ്ട്, എനിക്കൊരു രസമില്ല, അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ എഴുതുവാണ്. s ഈസ് ഈക്വൽ ടു -c/2m പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എന്താണ്? c/2m ദി ഹോൾ സ്ക്വയർ മൈനസ് എന്തെന്ന് കിട്ടും? k/m എന്ന് കിട്ടും. ഇനി കുറച്ച് നേരം നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ഈ ഒരു ടേമിൽ നിന്ന് നമുക്ക് ഓരോ സ്ഥലത്ത് സ്റ്റോപ്പുകളുണ്ട്. ഇതൊരു മെയിൻ സ്റ്റോപ്പാണ്. ഈ മെയിൻ സ്റ്റോപ്പിൽ നിങ്ങൾ റൂട്ടിനകത്ത് നോക്കുമ്പോൾ ഈ റൂട്ടിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നതിന് ഈ c/2m ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ടേമിനും k/m എന്ന് പറയുന്ന ഈ ഒരു ടേമിനും നല്ല പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡിഫൈൻ അനദർ ടേം വിച്ച് ഈസ് നോൺ ആസ് ഡിഗ്രി ഓഫ് ഡാംപ്നെസ്. നമ്മൾ എന്ത് പറയും? ഡിഗ്രി ഓഫ് ഡാംപ്നെസ് എന്ന് പറയും. കാര്യം ഇതൊക്കെ നമ്മൾ എന്തായാലും എസ്എ ക്വസ്റ്റ്യനാണ്, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന സാധനങ്ങളാണ്. ആ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കുന്ന സാധനമാണ്. അപ്പോൾ ചുരുക്കി എഴുതി കഴിഞ്ഞാൽ DOD എന്നെനിക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് ഡിഗ്രി ഓഫ് ഡാംപ്നെസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡാംപ്നെസ് DOD എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഈ 2 ടേംസ്, അതായത് c/2m ദ ഹോൾ സ്ക്വയറും പിന്നെന്താണ് k/mൻ്റെയും കൂടെ റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിഗ്രി ഓഫ് ഡാംപ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാലും ദ റേഷ്യോ ഓഫ് എന്തെന്ന് പറഞ്ഞാൽ മതി. എന്താണ്? c/2m ദ ഹോൾ സ്ക്വയർ ടു എന്താണ്? k/m ഈസ് കോൾഡ് എന്താണ്? ഡിഗ്രി ഓഫ് ഡാംപ്നെസ്. അപ്പോൾ വിചാരിക്കും എന്തിൻ്റെ പരിപാടിയാണ്? ഈ k/mന് വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. k/mന് ഇവിടെ നിന്ന് നമുക്കറിയാലോ, k/m ഈസ് ഈക്വൽ ടു എന്താ സാധനം? അല്ല, ഇവിടെ നിന്ന് k/m എഴുതാം, അതവിടെ നിൽക്കട്ടെ. k/m എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു. ω/n-ൻ്റെ വാല്യൂ എന്താ? റൂട്ട് ഓഫ് k/m. ω/n-ൻ്റെ വാല്യൂ റൂട്ട് ഓഫ് k/m അല്ലേ? അപ്പം k/mന് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാൻ പറ്റും? ω² എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തൂടെ? അപ്പോൾ നേരത്തെ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ്, നമ്മൾ അത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്തതാണ്. ω/n² ഈസ് ഈക്വൽ ടു k/m ആണ്. ആ ഒരു വാല്യൂ ഞാൻ ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഡിഗ്രി ഓഫ് ഡാംപ്നെസ്സിന് വേറൊരു ഇക്വേഷനിലേക്ക് മാറും. വേറൊരു ടേം എന്താണ് രീതിയിൽ എനിക്ക് എഴുതാനായിട്ട് പറ്റും. k/mന് പകരം ω/n² എന്ന് കൊടുക്കാം. ഈ ω/n² കൂടെ ന്യൂമറേറ്റർ ഇട്ടിട്ട് ഡിനോമിനേറ്റർ ഇട്ടിട്ട് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതി കൂടെ? അപ്പം ഈ ഒരു വാല്യൂ എന്തായി മാറി? ഡിഗ്രി ഓഫ് ഡാംപ്നെസ് ഈസ് ഈക്വൽ ടു ഈ ω/n² കൂടെ ഡിനോമിനേറ്ററിൽ പോയി, ദാറ്റ് ഈസ് c/2m ω/n സ്ക്വയർ ഞാൻ എല്ലാത്തിനും കൂടെ ചേർത്ത് കൊടുത്തു, ദ ഹോൾ സ്ക്വയർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ദിസ് ഈസ് നോൺ ആസ് ദ ഡിഗ്രി ഓഫ് ഡാംപ്നെസ് ആൻഡ് ദിസ് ഈസ് എ ഇക്വേഷൻ യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഡിഗ്രി ഓഫ് ഡാംപ്നെസ്. ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് ആണ് സി ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് ആണ്. നമ്മൾ കുറേ ടേംസ് ഇനി പഠിക്കുക, എല്ലാം കൂടെ മാറിപ്പോരുത്. ഡിഗ്രി ഓഫ് ഡാംപ്നെസ് c/2m ω/n ദ ഹോൾ സ്ക്വയർ. ഇത് കാണാൻ പഠിക്കണം. കാര്യം പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കുന്ന സാധനമാണ്. എന്താ സി? ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ്. എന്താ എം? മാസ്. ω/n എന്ന് പറയുന്നത് റൂട്ട് ഓഫ് k/m അല്ലെങ്കിൽ സർക്കുലാർ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ് റേഡിയൻ പെർ സെക്കൻഡിനുള്ളതെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇപ്പോൾ പെട്ടെന്ന് തീരില്ല, നമ്മൾ ഇത്തിരി ലെന്തി ആയിട്ട് സാധനം പോകും. നമ്മൾ ഒരു സാധനം ഇതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് വെച്ചേക്കുക.
ഇനി കുറേ ടേംസ് പഠിച്ചിട്ട് ഇതിൻ്റെ ബാക്കി നമ്മൾ ചെയ്തു പോകത്തുള്ളൂ. ഇനി രണ്ടാമത്, ഇതൊരു സ്ക്വയർ എന്നും പറഞ്ഞ് കിടക്കുകയില്ലേ, ഇതിനപ്പം ഞാൻ അങ്ങ് റൂട്ട് എടുത്തു. ഇതിൻ്റെ റൂട്ട് എടുത്താൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് എന്നല്ല പറയുന്നത്. ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് സി നമുക്കിവിടെ ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കും ഡാമ്പിംഗ് ഫാക്ടർ എന്ന് വിളിക്കും. എനിക്കെപ്പോഴും തിരിഞ്ഞു പോകുന്ന സാധനമാണ് ഈ ഡാമ്പിംഗ് ഫാക്ടറും ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റും. അപ്പം ഈ ഡാമ്പിംഗ് ഫാക്ടറിനെ ഈ ഒരു ലെറ്റർ ഇട്ടിട്ട് ഡിനോട്ട് ചെയ്യും. ഇങ്ങനെയൊന്നും അല്ല കറക്റ്റ് എഴുതുന്നത്, നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതും, സീറ്റ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ സീറ്റ എന്ന് പറയുന്നത് ZET ആണ്. സീറ്റ എന്ന് പറയുന്ന ലെറ്ററാണ് നമ്മൾ ഈ ഡാമ്പിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഡാമ്പിംഗ് ഫാക്ടർ? ഇറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ഡിഗ്രി ഓഫ് ഡാമ്പിനെസ്. ഈ ഡിഗ്രി ഓഫ് ഡാമ്പിനെസിൻ്റെ സ്ക്വയർ റൂട്ടിനെ വിളിക്കുന്നവരാണ് ഡാമ്പിംഗ് ഫാക്ടർ സീറ്റ. നമ്മൾ എപ്സിലോൺ ഇടത്തില്ലേ, എപ്സിലോൺ നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ ഒരു ചുരുപ്പ് കൂടെ കിട്ടാൽ മതി, അപ്പോൾ സീറ്റയായി. അങ്ങനെ പഠിച്ചാൽ മതി. ഇത് കറക്റ്റ് ഇങ്ങനെയൊന്നും അല്ല, എന്നാലും ഇപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ ഈ എപ്സിലോൺ, അപ്പോൾ സീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ്, ഡിഗ്രി ഓഫ് ഡാമ്പിനെസ്. അപ്പോൾ എന്താണ് സീറ്റ? അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ എഴുതാം. എന്താണ്? ഇറ്റ് ഈസ് എ സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ്, ദ സ്ക്വയർ റൂട്ട് ഓഫ് ഡിഗ്രി ഓഫ് ഡാമ്പിനെസ് ഈസ് നോൺ ആസ് എന്താണ്, സീറ്റ. അത് തന്നെയാണ് അതിൻ്റെ ഡെഫിനേഷനും. അപ്പം ഡിഗ്രി ഓഫ് ഡാമ്പിനെസ് സീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി സ്ക്വയർ റൂട്ട് ഓഫ് ഡിഗ്രി ഓഫ് ഡാമ്പിനെസ് എത്രയാണ്? C/2m ωn ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് സീറ്റയുടെ വാല്യൂ എന്ത് കിട്ടും? C/2m ωn എന്ന് കിട്ടും. ആൻഡ് ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് സീറ്റ. അപ്പോൾ സീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി? C/2m ωn ആണ് നമുക്ക് സീറ്റ. സീറ്റയ്ക്ക് വേറൊരു ഡെഫിനിഷൻ നമ്മൾ പിന്നീട് പഠിക്കും, പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് പഠിച്ചു. ഒന്ന്, ഇതിൻ്റെ റൂട്ടിനകത്ത് കിടക്കുന്ന രണ്ട് ടേംസിൻ്റെയും കൂടെ റേഷ്യോ ഡിഗ്രി ഓഫ് ഡാമ്പിനെസ് എന്ന് വിളിക്കും. അടുത്തത്, ആ ഡിഗ്രി ഓഫ് ഡാമ്പിനെസിൻ്റെ സ്ക്വയർ റൂട്ടിനെ നമ്മൾ ഡാമ്പിംഗ് ഫാക്ടർ എന്ന് വിളിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റിൻ്റെ പുതിയൊരു ഐറ്റം. അതിന് നമ്മൾ വിളിക്കുന്ന പേര് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് എന്ന് പറയും. ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ്. ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ സ്മാൾ ലെറ്റർ C ആണ്. ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് C ഇട്ടിട്ട് സഫിക്സ് ആയിട്ട് ഒരു C കൂടി ഇടും. എന്താ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ്? വെൻ സീറ്റ ഈക്വൽ ടു 1, സീറ്റയുടെ വാല്യൂ 1 ആവുമ്പോൾ ആ സീറ്റയുടെ ഇക്വേഷനുള്ള C ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ വെൻ സീറ്റ ഈക്വൽ ടു 1 ദെൻ ദ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാൻ പറ്റും, വെൻ damping factor becomes unity when theta is equal to 1, the damping coefficient is known as critical damping coefficient. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സീറ്റയുടെ ഇക്വേഷനിൽ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സിയുടെ സ്ഥലത്ത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? CC എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിവൈഡഡ് ബൈ 2 × m × ωn കിട്ടും. ഇവിടെ നിന്ന് CC കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? CC ഈസ് ഈക്വൽ ടു ഇതിങ്ങ് മുകളിൽ വരുമ്പം 2m ωn അല്ലേ. അപ്പം ഇതും നമ്മുടെ ഇക്വേഷനായി. CC എന്ന് പറയുന്ന ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻസ് 2m ωn. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 2m ωn വരെ എനിക്ക് CC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ സീറ്റയ്ക്ക് വേറൊരു ഇക്വേഷൻ എനിക്ക് ഇതിക്കൂടെ, സീറ്റ ഈസ് ഈക്വൽ ടു C/ എന്താണ് 2m ωn വരെ എനിക്ക് CC കൊടുക്കാം, ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് കൊടുക്കാം. അപ്പോൾ സീറ്റയ്ക്ക് വേറൊരു ഇക്വേഷൻ കൂടെ കിട്ടി. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ്, നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡാമ്പിംഗ് ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് എന്താണ് ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് ടു ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ്. ഓക്കെ, ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് ടു ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സീറ്റ, അഥവാ അതിനെ നമ്മൾ എന്ത് വിളിക്കും? സീറ്റ എന്ന് പറയുന്നത്. സീറ്റ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഡാമ്പിംഗ് ഫാക്ടർ. അപ്പം ഡാമ്പിംഗ് ഫാക്ടറിനെ നമുക്ക് ഇങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റും? ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ചോദിച്ചാൽ എഴുതാൻ കൊള്ളാവുന്നൊരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു. സീറ്റ ഈസ് ഈക്വൽ ടു C/2m ωn, സീറ്റ ഈസ് ഈക്വൽ ടു C/CC. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവരുത്.
അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡാമ്പിനെസ് C/2m ഒമേഗ n ഹോൾ സ്ക്വയർ. അതിൻ്റെ റൂട്ട് ഡാമ്പിംഗ് ഫാക്ടർ. ഇനി C = CC ആവുന്നത് θ = 1 ആവുന്നതാണ്. അപ്പം 2m ഒമേഗ n ആയി നമുക്ക് CC കിട്ടും. അങ്ങനെയാണെങ്കിൽ സീറ്റയ്ക്ക് ഇക്വേഷൻ C/CC എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അത്രയും കാര്യങ്ങളായി, അതവിടെ തീർന്നു. ഇനി ഇതിൽ നിന്ന് അപ്പോൾ ഇത് ആക്ച്വൽ ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് ടു ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, θ = ആക്ച്വൽ ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് ടു നമുക്ക് എന്തെന്ന് പറയാം, ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് എന്ന് പറയാം. അപ്പോൾ സീറ്റയുടെ ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഒരു സാധനത്തിൽ നിന്ന് C = 2m, അപ്പം ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഇനി ഞാൻ വീണ്ടും ഈ ഒരു ഇക്വേഷനിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മുടെ ഇക്വേഷൻ എന്താ, നമ്മുടെ ഓക്സിലറി ഇക്വേഷനിൽ നിന്ന് സൊല്യൂഷൻ ഓഫ് S എന്ന് പറയുന്നത്, എസിൻ്റെ വാല്യൂ S = നമുക്ക് റൂട്ട് കിട്ടണം, 2 റൂട്ടുകൾ കിട്ടണം. -C/2m, അത് എഴുതണ്ടായിരുന്നു, ± എഴുതിപ്പോയി, ഇനി പോട്ട്, C/2m ദ ഹോൾ സ്ക്വയർ മൈനസ് എന്താണ് K/m, അതായിരുന്നു നമ്മുടെ എന്താണ് എസിൻ്റെ ഇക്വേഷൻ. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഒരു സാധനം വെച്ചിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. ഈ ഡിഫൈൻ ചെയ്ത രീതിയിലേക്ക് ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഡിഫൈൻ ചെയ്യപ്പെട്ട രീതിയിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ എന്തെഴുതാനായിട്ട് പോവുകയാണ്, സൊല്യൂഷൻസ് എഴുതാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസ് എഴുതുമ്പോഴത്തേക്ക് അത് എങ്ങനെ വരും എന്നുള്ളതാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ഇവിടെ C/m എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. C/m ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ആ C/m ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. K/m എന്ന് പറഞ്ഞാൽ ഒമേഗ n സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ഈ C/m നമ്മൾ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും? C ഉള്ള ഇക്വേഷൻ നോക്കുക, θ ഇൻ ടേംസ് ഓഫ് C. അപ്പോൾ θ = നമ്മുടെ ഇക്വേഷൻ എന്താണ്, C/2m ഒമേഗ n എന്ന് പറയുന്ന ഇക്വേഷനല്ലേ. അപ്പോൾ C/m അവിടെ ഇട്ടിട്ട് ബാക്കിയെല്ലാം ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ 2 ഇപ്പുറത്ത് വരും, ഒമേഗ n ഇപ്പുറത്ത് വരും. അപ്പോൾ എന്ത് വരും, 2 × θ × ഒമേഗ n which is equal to C/m എന്ന് കിട്ടത്തില്ലേ. അപ്പോൾ C/m വരെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നമ്മുടെ റൂട്ടിൻ്റെ ഇക്വേഷൻ S = C/m വരം ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തൂടെ, 2 × θ × ഒമേഗ n ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്തുണ്ട്, 2 ഉണ്ട്, ± എന്താണ് C/2m ഹോൾ സ്ക്വയർ അല്ലേ നമുക്ക് കിടക്കുന്നത്. അപ്പോൾ C/2m സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കുക, C/m സ്ഥലത്ത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ 2 θ ഒമേഗ n ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്, ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും, മൈനസ് K/m എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഒമേഗ n സ്ക്വയർ തന്നെയാണ്. ഓക്കെ, ഇത് പ്രശ്നമില്ലല്ലോ. ഇനി ഇവിടെ നിന്ന് എന്തൊക്കെ വെട്ടിപ്പോവും, ഈ 2ഉം 2ഉം വെട്ടിപ്പോവും, ഇതിനകത്ത് കിടക്കുന്ന ഈ 2ഉം 2ഉം വെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് എന്തെഴുതാം, S = -θ ഒമേഗ n ± ഇതിൽ ഒമേഗ n സ്ക്വയർ റൂട്ടിൽ ആ തൊട്ട് കയറ്റി ചെയ്താൽ, അപ്പോൾ ഇവിടെ അതിന് സ്ക്വയർ കൊടുക്കുമ്പോൾ θ സ്ക്വയർ ആവും, θ² ഒമേഗ n സ്ക്വയർ, ഒമേഗ n സ്ക്വയർ മൈനസ് ഇവിടെ എന്തുണ്ട്, ഒമേഗ n സ്ക്വയർ. ഈ രണ്ട് സാധനത്തിൽ നിന്ന് ഒമേഗ n സ്ക്വയർ പുറത്തെടുത്താൽ റൂട്ടിൽ നിന്ന് ഒമേഗ n സ്ക്വയർ പുറത്ത് വരുമ്പോൾ ഒമേഗ n ആയിട്ട് മാറത്തില്ലേ. അപ്പോൾ S = -θ ഒമേഗ n ± ഒമേഗ n ഇങ്ങ് പുറത്ത് വരും, √ എന്ത് മാത്രം അകത്ത് കിടക്കും, θ² - 1 മാത്രം അകത്ത് കിടക്കും. ദിസ് ഈസ് അനദർ ഇക്വേഷൻ. അപ്പോൾ സീറ്റയുടെ ടേമിലും ഒമേഗ n ടേമിലും ഞാനൊരു ഇക്വേഷൻ മാറ്റി എഴുതി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരു എസ്എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന സാധനം നമ്മൾ ഇവിടെ നിർത്താൻ പോവാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്താൻ പോവാണ്. ഈ റൂട്ടിൻ്റെ പ്രത്യേകത, റൂട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള ഈ വാല്യൂ ആണ്. ഞാൻ ഒന്നുകൂടെ ഇത് ഒമേഗ n 2 ടേമെന്നും കൂടെ ഞാനങ്ങ് പുറത്തേക്ക് എടുത്ത് എഴുതിയാൽ, ഈ ഒമേഗ n അങ്ങ് പുറത്തെടുത്ത് എഴുതിയാൽ ഒമേഗ n × എനിക്കിങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഇവിടെ എന്ത് മാത്രം വരും, -θ മാത്രം വരും. ഇവിടെ ± അതെന്തോ ആയിക്കോട്ടെ, √ ഇതിനകത്ത് ഒമേഗ n പോയിട്ട് ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, θ² - 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, വേറെ കുറച്ച് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാനായിട്ട് പോവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറയുന്നത്, ഇവിടെ ഇഫ് സീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് > 1 ആണെങ്കിൽ, സീറ്റയുടെ വാല്യൂ വലുതാണ്, 1-നേക്കാട്ടി വലുതാണ്. ഈ റൂട്ട് നോക്കിയേ, √ θ² - 1 എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലേ. റൂട്ട് ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും. പോസിറ്റീവ് വാല്യൂ കിട്ടത്തില്ലേ, അതായത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് സീറ്റയുടെ വാല്യൂ > 1 ആണെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്, റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേര് ദ സിസ്റ്റം ഈസ് സെഡ് ടു ബി ദ. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനാണ്, ഇഫ് θ ഈസ് > 1 ദ സിസ്റ്റം
the system is said to be over damped system. അതെന്ത് സിസ്റ്റമാണെന്ന് പറയും? ഓവർ ഡാംപ്ഡ് സിസ്റ്റമാണെന്ന് പറയും. അത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ കുറയുകയാണോ കൂടുകയാണോ എന്നൊന്നും നമുക്ക് പറഞ്ഞുകൂടാ. അതിനെ പറയുന്ന പേര് മാത്രമേ ഇപ്പോൾ പഠിക്കാം. രണ്ടാമത്തത്, ഇഫ് സീറ്റ ഈക്വൽ ടു 1, സീറ്റയുടെ വാല്യൂ 1 ഈക്വൽ ആയാൽ, ഇവിടെ സീറ്റയുടെ വാല്യൂ 1 ഈക്വൽ ആയാൽ റൂട്ട് അങ്ങ് 0 ആയി പോകത്തില്ലേ? റൂട്ട് ഓഫ് എന്താണ് സീറ്റ സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത്, സീറ്റയുടെ വാല്യൂ 1 ആണെങ്കിൽ 1 - 1 0 ആയി പോകും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നമുക്ക് പറയാം ഈ ദ റൂട്ട് വിൽ ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാം. ഓക്കെ, പോസിറ്റീവ് വാല്യൂ ആണ്. ഇവിടെ ആ റൂട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. അപ്പം ആ ഒരു സമയത്ത് ഈ സിസ്റ്റത്തിന്, അങ്ങനെ റൂട്ട് ഈക്വൽ ടു 0 ആവുന്ന സിസ്റ്റത്തിന് ദ സിസ്റ്റം ഈസ് സെഡ് ടു ബി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഡെറിവേഷനായിട്ട് ചോദിക്കാനുള്ളതാണ്. സെഡ് ടു ബി എന്തെന്ന് വിളിക്കുന്നറിയോ? ക്രിട്ടിക്കലി ഡാംപ്ഡ്. ഇതും കറക്റ്റ് ഒരു ഡാംപ്ഡ് സിസ്റ്റം ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ ചെക്ക് ചെയ്യും. ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, ഇഫ് സീറ്റ ലെസ് ദാൻ 1. ഈ റൂട്ടിൻ്റെ പ്രത്യേകത ഒന്ന് ആലോചിച്ച് നോക്കിയേ. സീറ്റ സ്ക്വയർ മൈനസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റൂട്ട് കിട്ടത്തില്ലേ? എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് റൂട്ട് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ 0. റൂട്ട് എന്ന് പറയുന്നത്, ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, അത് ലെസ് ദാൻ 0 ആയിരിക്കും. ഇവിടെ പോസിറ്റീവ്, ഇത് ഈക്വൽ ടു 0 വരും. ഇവിടെ നെഗറ്റീവ് ആയിരിക്കും ഇതിൻ്റെ വാല്യൂ. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി ലെസ് ദാൻ 0. അങ്ങനെ വരുമ്പം the system is said to be under damped. അപ്പോൾ ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഇത് ഇൻഡയറക്റ്റ് ആയിട്ട്, ഒരു സിസ്റ്റം ഒരു പെർഫെക്റ്റ് ഡാമ്പിങ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം ആണെന്ന് പ്രൂവ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പം ഇതെന്ത് എന്ന് വിചാരിക്കും. നമ്മൾ ചെയ്യും. എന്തുകൊണ്ട്? ഇതാണ് നമ്മുടെ ഡാമ്പിങ്ങിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഒരു പെർഫെക്റ്റ്ലി ഡാംപ്ഡ് വൈബ്രേഷനായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സീറ്റ ലെസ് ദാൻ 1 വരുന്ന കണ്ടീഷൻ. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അടുത്തതിൽ ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം കൂടെ പറയുന്നു, സീറ്റ ഗ്രേറ്റർ ദാൻ 1 ആവണമെങ്കിലുള്ള കണ്ടീഷൻ ഒന്നും കൂടെ നമുക്കൊന്ന് പറഞ്ഞു വെക്കാം. ഇഫ് സീറ്റ ഗ്രേറ്റർ ദാൻ 1 ആവണമെങ്കിൽ നമുക്ക് സീറ്റയുടെ വാല്യൂ നമുക്കറിയാം C/CC ആണെന്ന് അറിയാം അല്ലേ? അപ്പോൾ സീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സി എന്ന് പറയുന്ന സാധനം വലുതും CC ചെറുതുമായിരിക്കണം. അങ്ങനെ നമുക്ക് പറയാം. ഇഫ് ദ ആക്ച്വൽ ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് C is greater than the critical damping coefficient, then the system is എന്തെന്ന് പറയും? ഓവർ ഡാംപ്ഡ് സിസ്റ്റം എന്ന് പറയും. അങ്ങനെയും പറയാം. സീറ്റ ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താ? C ഈക്വൽ ടു CC ആവണം. എന്ന് പറഞ്ഞാൽ ഇഫ് ദ ആക്ച്വൽ ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് ഈസ് ഈക്വൽ ടു ദ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ്, ദെൻ ദ സിസ്റ്റം ഈസ് സെഡ് ടു ബി ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റം. നമ്മൾ ആ ഒരു വൈബ്രേറ്ററി സിസ്റ്റത്തിനെ ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റം, നമ്മുടെ ഈ വൈബ്രേറ്ററി സിസ്റ്റം എന്തായി മാറും? ക്രിട്ടിക്കലി ഡാംപ്ഡ് ആയി മാറും. ലെസ് ദാൻ 1 വരുന്ന കണ്ടീഷനിൽ നമുക്ക് സിയുടെ കേസ് എങ്ങനെ എടുക്കാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സീറ്റ ഇതിൽ വെച്ചിട്ട് ലെസ് ദാൻ 1 എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 1-നേക്കാട്ടി താഴെ വരണം. സീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 വരണം. അപ്പോൾ 1 വരുമ്പോഴത്തേക്ക് .something-1. അപ്പോൾ ലെസ് ദാൻ 1 വരണമെങ്കിൽ ഈ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് C എന്ന് പറയുന്നത് ഈ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിരിക്കണം. അപ്പോൾ ഡിനോമിനേറ്റർ വലുത് വരും, C ഈസ് ലെസ് ദാൻ CC എന്ന് വരും. അതായത് ആക്ച്വൽ ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് ഈസ് ലെസ് ദാൻ ദ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ്, ദെൻ ഇറ്റ് വിൽ ബി എ അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം. ഇങ്ങനെ പ്രൂവ് ചെയ്യാനും ചോദിക്കും. ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം മനസ്സിലാലോചിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവത്തിൽ ഇതങ്ങ് മാറ്റി നിർത്തിയാൽ ബാക്കി കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഏത് ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് ഈ ഒരു ഡെറിവേഷൻ, എല്ലാത്തിനും ചെയ്യുന്ന ഡെറിവേഷൻ സെയിം തന്നെയാണ്. ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് തീർന്നില്ല, ഡെറിവേഷൻ തീർന്നില്ല. നമ്മളിപ്പോഴും സൊല്യൂഷനിലോട്ട് എത്തിയിട്ടില്ല. നമുക്ക് എന്തുണ്ട്? വി ഹാവ് 3 ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. 3 കണ്ടീഷൻസ് ഉണ്ട്. ആ 3 കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഓവർ ഡാംപ്ഡ് സിസ്റ്റം, ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റം ആൻഡ് അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം. നിങ്ങളിപ്പോൾ ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അവിടെ ചിലപ്പോൾ ഉണ്ടാവും പ്രൂവ് ദാറ്റ്, അല്ലെങ്കിൽ ഡിറൈവ് ദ കണ്ടീഷൻ ഫോർ അണ്ടർ ഡാംപ്ഡ് ആൻഡ് ഓവർ ഡാംപ്ഡ് സിസ്റ്റം ആൻഡ് എന്തോ അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ആക്ച്വലി ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ പറയുവാണെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങി ഇത്രയും സാധനം പറഞ്ഞു, ഈ സാധനം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരേണ്ടത് ഇത്രയും സംഭവങ്ങളാണ്. പക്ഷേ ഇതിനിടയ്ക്ക് കുറേ സാധനങ്ങൾ ഡിഫൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റൂ? പറഞ്ഞ് വെക്കാനായിട്ട് പറ്റൂ. അതുകൊണ്ടാണിത്. ഇത് തീർന്നോ? ഇല്ല. നമ്മൾ എങ്ങനെ ഇരിക്കും ഈ ഓവർ ഡാംപ്ഡ് സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ, ഒരു ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ എങ്ങനെയിരിക്കും, ഒരു അണ്ടർ ഡാംപ്ഡ് സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ എങ്ങനെയിരിക്കും എന്നും കൂടി ഡിഫൈൻ ചെയ്താലേ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കംപ്ലീറ്റ് ആകൂ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഡിസ്കസ് ചെയ്യാം.
ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, അതിനോട് ചേർത്ത് വെക്കേണ്ട സാധനം തന്നെയാണ്. കാര്യം ഒരു അരമണിക്കൂറിന് പുറത്ത് അത് മാത്രമല്ല, ഇത് മാത്രം പഠിച്ചാൽ പോരാ, നമുക്ക് അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. പിന്നെ ലോഗരിതമിക് ഡിക്രിമെൻ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് ഡിറൈവ് ചെയ്യണം. ദ റേഷ്യോ ഓഫ് ടു സക്സസീവ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻസ് ഓഫ് എ ഫ്രീ ഡാംപ്ഡ് ലോഞ്ചുലർ വൈബ്രേഷൻ്റെ കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഡിറൈവ് ചെയ്യണം. അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു വീഡിയോ ആയിട്ട് അടുത്ത് ചെയ്യാം. കാര്യം ഇത് കണ്ടിന്യൂ ചെയ്ത് പോയാലും ഒരുപാട് സമയമെടുക്കും. അപ്പം അതും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാനുള്ള സാധനങ്ങൾ നെക്സ്റ്റ് ഒരു വീഡിയോയുടെ കൊണ്ടിട്ട് നമുക്ക് പഠിക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ തീർക്കുവാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ പ്രോബ്ലം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് എന്താവും, നമ്മുടെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയെന്ന് വെക്കാം. ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ഒന്നുമില്ല, മോഡ്യൂൾ 5 തീർന്നു, നമ്മൾ 6 കടക്കാൻ പോകാമെന്ന് തന്നെ വിചാരിക്കാം. അടുത്ത ഒരു വീഡിയോ കൂടെ കഴിയുമ്പോഴത്തേക്കും നാളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. നാളെ ശനിയാഴ്ച ആയതുകൊണ്ട് എൻഗേജ്ഡ് അല്ല, വലിയ പണികളൊന്നും ഇല്ല, പക്ഷെ പറയാൻ പറ്റത്തില്ല. എന്നാലും അപ്പോൾ നാളെ കൊണ്ട് അത് നമുക്ക് ഫിനിഷ് ചെയ്യാൻ നോക്കാം. ആ ഒരു സാധനം കൂടെ ചെയ്തിട്ട് ഇനി ബാക്കി സബ്ജക്റ്റ് ഞാൻ ചെയ്യത്തുള്ളൂ. കാര്യം ആ ഒരു മൊഡ്യൂൾ അങ്ങ് തീർന്ന് നിൽക്കട്ടെ, അപ്പോഴത്തേക്ക് ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളാവും. നമ്മൾ ആ പ്രോബ്ലം കൂടെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് ഒരാഴ്ച കൊണ്ട് പഠിക്കാനുള്ള സാധനങ്ങൾ അപ്പം അവൈലബിൾ ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് HMD നോക്കും, HMD ഉണ്ട്, AMOS ഉണ്ട്, പിന്നെ ഫ്ലൂയിഡ് മെഷീനറി ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും നല്ല ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണ്, കാര്യം പെട്ടെന്ന് തീർക്കേണ്ടതാണ്. അപ്പോൾ അത് ഇപ്പോൾ ഒരു മോഡ്യൂൾ വെച്ച് ഒരു 3 ദിവസം എടുത്ത് ഒരു മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ പോയാലേ പറ്റത്തുള്ളൂ. അതാകുമ്പോഴത്തേക്ക് ഒരാഴ്ച കൊണ്ട് ഒരു 2 സബ്ജക്റ്റിൻ്റെ ഒരു മോഡ്യൂളെങ്കിലും തീർന്നു കഴിഞ്ഞാൽ അതാണ് നല്ലത്.